ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൻ. ഇന്ന് ഞാൻ വളരെ രുചിയായിട്ടുള്ള വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഞാനൊരു കോഴി എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഞാൻ ഈ മസാല ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. കുക്കറിലാകുമ്പോൾ മസാല വഴറ്റി സമയമൊന്നും കളയണ്ട, വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മസാല റെഡിയായാലും നമുക്ക് ചോറ് വേഗം റെഡിയാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രൈ ചെയ്യാണ്. സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയാൽ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗവും ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അധികം ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി മസാലയെല്ലാം അങ്ങ് റെഡി ആയിക്കോളും. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. എന്നിട്ട് ഞാൻ മസാല റെഡിയാക്കാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 4 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. 4 വലിയ സവാളയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നേരിയതായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി സവാള ഇതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഒരു 4 തക്കാളിയും കൂടി, 4 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പെല്ലാം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കഴിഞ്ഞാൽ ബാക്കി ഞാൻ ഫ്രൈ ആക്കിയ ഓയിലുണ്ടല്ലോ, ചിക്കൻ ഫ്രൈ ആക്കിയ ഓയിൽ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നാൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഞാൻ ഈ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടിഞ്ഞാൽ മതി. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു വിസിലടിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ്. ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി ചേർത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഫുള്ളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കുക. മസാലയ്ക്ക് കുറച്ച് എരിവുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് പച്ചമുളക് നല്ലോണം ഇട്ട് കൊടുക്കുക. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ റൈസ് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഗീയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കുക. ഗീ ചേർത്തതിന് ശേഷം ഒരു സവാള നേരിയതായിട്ട് കട്ട് ചെയ്തതുണ്ട്. ഈ ഗീയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടായി വന്നതിന് ശേഷമാണ് ഞാനിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവാള ചെറുതായിട്ട് നേരിയതായിട്ട് കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക.
എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഇതാ സവാള നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കരിഞ്ഞു പോകരുത്, അന്നേരം ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 1.5 കിലോ അരിൻ്റെ ചോറാണ് വെക്കുന്നത്. ഞാൻ നേരിയ അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതാ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം കൂടിപ്പോയാൽ ചോറ് കുഴഞ്ഞതുപോലെ ആയിപ്പോവും. അപ്പോൾ ഇത് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് അടച്ച് വെക്കുകയാണ്. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും മസാല റെഡിയായെന്ന് നോക്കാം. അപ്പോൾ ഇതാ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതിൽ കറക്റ്റ് ഉപ്പെല്ലാം ഉണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കുക. എന്നിട്ടിതാ അപ്പോഴേക്കും വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതാ നേരിയ അരിയാണ് ഉള്ളത്. എന്നിട്ടിത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ബിരിയാണി നമ്മൾ സാദാ ചോറുണ്ടാക്കുന്നതിന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുക ബിരിയാണിയാണല്ലോ. അതുമല്ല മസാല കുക്കറിലെല്ലാം റെഡിയാക്കി എടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അരി ചേർത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കറക്റ്റ് ഉപ്പെല്ലാം ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. റൈസ് ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ട് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വെള്ളം തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് അടച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ റൈസ് വേവാണ്ട് വെള്ളമൊക്കെ വറ്റി പോകും. അതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റൈസ് റെഡി ആകാനായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ആവേണ്ട സമയമേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്നുകൂടി ഒന്ന് അടച്ച് വെക്കുകയാണ്. കുറച്ചൊന്ന് വെള്ളം വറ്റേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അടച്ച് വെക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചോറ് നന്നായി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അധികം ഇങ്ങനെ ഇളക്കി കളിക്കരുത്, അന്നേരം പൊട്ടിപ്പോകും, ചോറ് പൊട്ടിപ്പോകും, അന്നേരം രസം ഉണ്ടാവില്ല. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നിത് ദം ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഫ്രൈ ആക്കി വെച്ച സവാള, ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല ഇതിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ മസാല വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ ദം ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കുക. ചോറിട്ടതിന് ശേഷം ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ റെഡിയാക്കി വെച്ച ഗരം മസാലയും ഇതെല്ലാം ഇല്ലേ, അത് ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് വിതറി കൊടുക്കുക. എന്നിട്ട് ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. കളറ് വേണമെങ്കിൽ കളറ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ കളറൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ചോറാണല്ലോ, അതുകൊണ്ട് കളറൊന്നും ചേർക്കുന്നില്ല. യെല്ലോ കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ഇതാ വീണ്ടും ഞാൻ അതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ലെയറായിട്ട് ദം ചെയ്തെടുക്കുക. ഇതിൽ കൊള്ളുന്നത്രയാണ് ഞാൻ ദം ചെയ്യുന്നത്. ബാക്കി നമ്മൾ വെച്ച പാത്രത്തിൽ തന്നെ ഉണ്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ലാസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതിയല്ലോ. ഇനി ഇതാ ഏറ്റവും ടോപ്പിലായിട്ട് ഞാനിതാ ദം ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് ചോറിനുണ്ടാവുക. കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിതാ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് വെക്കുക. 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ദമ്മൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഞാനിത് ദമ്മ് പൊട്ടിക്കുകയാണ്. ഞാൻ റൈസ് വെച്ച പാത്രത്തിൽ തന്നെ ഇത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അധികം ഇളക്കി കളിക്കണ്ട, അന്നേരം ചോറ് പൊട്ടിപ്പോവും, അന്നേരം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതാ മസാല ഇതാ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് പല ആളും പല തരത്തിലായിരിക്കും ബിരിയാണി ഉണ്ടാക്കുക. ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ. അപ്പോൾ റൈസ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് സൈഡായിട്ട് ചമ്മന്തിയോ സലാഡൊക്കെ വേണം. ഞാനിത് അതുണ്ടാക്കുന്നതിന് മുമ്പെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനിലോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ബിരിയാണിക്ക്. ഈ നല്ല മഴ സമയത്തൊക്കെ ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.